ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ലീനിയർ ഇൻഡിപെൻഡൻസ്, ഡിപ്പെൻഡൻസ്, പിന്നെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതുന്നത്, പിന്നെ ബേസിസ്, ഇതൊക്കെ തന്നെയാണ് മെയിൻലി വെക്റ്റർ സ്പേസിൽ ഇമ്പോർട്ടൻറ്റ്. ദെൻ ലാസ്റ്റ് ഒരു സെക്ഷൻ കൂടി ഉണ്ട് അടുത്ത ക്ലാസ്, ഡയമെൻഷനും ആ ഒരു സെക്ഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ പറയുന്ന ആദ്യം തന്നെ ബേസിസിൻ്റെ ഡെഫിനിഷനാണ്. വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് ഉണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്നത് എന്താണ്? വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ്. ആ സബ്സെറ്റ് ബി എന്ന് പറയുന്ന സബ്സെറ്റിനെയാണ് ബേസിസ് ആണെന്ന് പറയുന്നത്. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റത്തത്, ആ സബ്സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ലീനിയർ കോമ്പിനേഷനാക്കി എഴുതി കഴിഞ്ഞാൽ ആ സ്കേലാർസ് ഒക്കെ ഈക്വൽ ടു 0 ആവണം. അതാണ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ബി സ്പാൻസ് വി, അല്ലെങ്കിൽ സ്പാൻ ഓഫ് ബി ഈക്വൽ ടു വി കിട്ടണം. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻസിൻ്റെ ഒക്കെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതിയാൽ കിട്ടുന്നത് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ വെക്റ്റർ സ്പേസ് തന്നെ ആവണം എന്ന് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് ബി എന്ന് പറയുന്നത് എന്താവുക? ബേസിസ് ആവുന്നത്. അപ്പോൾ എക്സാമിന് ഇതേപോലെയാണ് ചോദിക്കുക. ഷോ ദാറ്റ് എസ് ഇസ് ഈക്വൽ ടു ഒരു സെറ്റ് തന്നിട്ടുണ്ടാവും, അത് ബേസിസ് ഓഫ് R2 അല്ലെങ്കിൽ R² ആണ്. അപ്പോൾ R² എന്ന് പറയുന്നതാണ് നമ്മളെ വെക്റ്റർ സ്പേസ്. ആ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആണോ ഈ രണ്ട് എലമെൻറ്റ്സ് ഉള്ള ഈ എസ് എന്ന് പറയുന്ന സെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിസ് ആണോ നോക്കണമെങ്കിൽ ഈ ആദ്യം തന്ന ഡെഫിനിഷനിലുള്ള രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ആ ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഇവിടെ ബിക്ക് പകരം എന്താണുള്ളത്? എസ് എന്ന് പറയുന്ന സെറ്റാണുള്ളത് അല്ലേ? അപ്പോൾ എസ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റ്, ആദ്യം നോക്കേണ്ടത് ഈ ഒരു സെറ്റ് എന്താണോ എന്നാണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതായത് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിലുള്ള എ ബി എന്ന് പറയുന്ന സ്കെലാസിൻ്റെ വാല്യൂ 0 കിട്ടുന്നുണ്ടോ. സോ ദിസ് ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഫസ്റ്റ് ടേം ഈക്വൽ ടു 0, സെക്കൻഡ് ടേം ഈക്വൽ ടു 0 എന്ന് എഴുതുന്നു. രണ്ട് ഇക്വേഷൻസ് ആണ്. ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ എന്നും രണ്ടാമത്തതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്നും നെയിം ചെയ്യുന്നു. സബ്സ്ട്രാക്റ്റിംഗ് ഫസ്റ്റ് ഫ്രം സെക്കൻഡ്, അതായത് 2 - 1 ചെയ്യുമ്പോൾ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ ടേം ക്യാൻസൽ ആവും. പിന്നെ 2a മൈനസ് ഓഫ് മൈനസ് ബി എന്ന് പറയുമ്പോൾ 3b ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്ന് ബി ഈക്വൽ ടു 0 കിട്ടി. അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എ ഈക്വൽ ടു 0 എന്നും കിട്ടും. അപ്പോൾ നമ്മൾ സ്കേലാർസ് ഈക്വൽ ടു 0 കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് പറയാം അതെന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷനാണ് നോക്കേണ്ടത്. സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ആ ലീനിയർ കോമ്പിനേഷൻ എഴുതുക ഈക്വൽ ടു XY എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ആയിരുന്നു. കാരണം നമ്മളെ വെക്റ്റർ സ്പേസ് R2 ആയതുകൊണ്ട് ഈക്വൽ ടു ഒരു XY എന്ന് എഴുതുന്നു. എന്നിട്ട് നമ്മൾ എനെയും ബിനെയും XYൻ്റെ ടേംസിലോട്ട് മാറ്റി എഴുതുന്നു. അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. അപ്പം A - B, A+2Bയും ഈക്വൽ ടു XY എന്ന് പറയുന്ന ഓർഡേർഡ് പെയറാണ്. അതിൽ നിന്ന് A - B ഈക്വൽ ടു Xും A+2B ഈക്വൽ ടു Y എന്നുള്ള രണ്ട് ഇക്വേഷൻസ് നെയിം ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3b ഈക്വൽ ടു Y - X, അതിൽ നിന്ന് B ഈക്വൽ ടു Xൻ്റെ Yൻ്റെ ടേമിലോട്ട് മാറ്റി എഴുതിയില്ലേ? ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? A - B ഈക്വൽ ടു X ആണ്. അപ്പോൾ A ഈക്വൽ ടു B + X ആണ്. അപ്പോൾ B എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് ബീൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇത്തരം Y - X/3 + X എന്ന് പറയുന്ന ഒരു ടേം കിട്ടും. ഇത് എക്സിനെ X/1 ആക്കി കൺസിഡർ ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Y - X + 3X ഡിവൈഡഡ് ബൈ 3 എന്നുള്ള രീതിക്ക് വരില്ലേ? അപ്പോൾ -X + 3X എന്ന് പറയുന്നത് +2X ആവും. അപ്പോൾ Y + 2X/3 എന്ന് പറയുന്ന ടേമായി മാറി എന്ത്? A എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ എയ്ക്കും ബിക്കും XY എന്ന് പറയുന്ന ടേമിൽ കിട്ടിയത് വെച്ചിട്ട് നമുക്ക് ആ ലീനിയർ കോമ്പിനേഷനെ ഒന്ന് മാറ്റി എഴുതാം. അതായത് ലീനിയർ കോമ്പിനേഷൻ XY ഈക്വൽ ടു A ഇൻറ്റു ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? A എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. A എന്ന് പറയുന്നത് Y + 2X/3 ആണ്. സോ ഈ എൻ്റെ സ്ഥാനത്ത് നമ്മൾ A എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എഴുതിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. A എന്ന് പറയുന്ന ഈ ടേമാണ് ഈ സ്ഥാനത്ത് എഴുതേണ്ടിയിരുന്നത്.
അപ്പോൾ y പ്ലസ് 2x/3 ഇൻറ്റു 1 എൻ്റെ സ്ഥാനത്ത് ഇവിടെ എഴുതേണ്ടിയിരുന്നത് ഇവിടെ എ ആണുള്ളത്, 1ൻ്റെ കൂടെ എ ആണുള്ളത്. സോ ഇവിടെ എഴുതിയിരിക്കുന്നത് ബി ടേമാണ്, പക്ഷേ അത് തെറ്റാണ്. സോ അതല്ല എഴുതേണ്ടത്, എ ടേം എഴുതണം. എക്ക് നമുക്ക് കിട്ടിയത് y പ്ലസ് 2x/3 ഇൻറ്റു 1 പ്ലസ് ഇവിടെ y പ്ലസ് 2x അല്ല എഴുതേണ്ടത്, പകരം നമ്മൾ എഴുതേണ്ടത് ഏതാണ്? ബി ടേം എന്ന് പറയുന്നത് y മൈനസ് x/3 ഇൻറ്റു -1, 2 ഈക്വൽ ടു xy എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം എന്ത്, ഏതൊരു xyകൾ എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് ഈ 1 1 -1 2ൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എവറി എലമെൻറ്റ് ഓഫ് R2യിലുള്ള ഒരു എലമെൻറ്റാണ് xy. അപ്പോൾ ഏതൊരു എലമെൻറ്റ് R2യിലുള്ള വെക്റ്റർ സ്പേസിലുള്ളത് എടുത്തു കഴിഞ്ഞാലും അതിനെ ഈ രണ്ട് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്പാൻ ഓഫ് ദാറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു R2 വെക്റ്റർ സ്പേസ് തന്നെയാണ്. അതായത് സ്പാൻ ഓഫ് ബി ഈക്വൽ ടു വി എന്ന് പറയുന്നതിന് വരെ ഇവിടുത്തെ ബി എന്ന് പറയുന്ന സെറ്റിന് വരെ ഇവിടെ തന്നിരിക്കുന്നത് എസ് ആണ്. അപ്പോൾ എസ് ആണ് നമ്മളെ സബ്സെറ്റ്. അപ്പോൾ സ്പാൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് R2 ആണ്. സോ സ്പാൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു R2 എന്ന് എഴുതാം. സോ എസ് എന്ന് പറയുന്നത് എന്താണ്? R2ൻ്റെ ബേസിസ് ആണ് എന്ന് പറയാം. ഓക്കെ, സോ സെയിം പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ എക്സാമിന് ചോദിച്ചതുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തത്. അപ്പോൾ ബേസിസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്ത് ചെയ്യണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കണം. അതിനുവേണ്ടി ആൽഫ ബീറ്റ ഗാമ എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ABC എടുത്താലും തെറ്റൊന്നുമില്ല. ഈക്വൽ ടു 0നോട് ഇക്വേറ്റ് ചെയ്തിട്ട് അവസാനം നമുക്ക് ABC ഈക്വൽ ടു 0 കിട്ടും. അതുകൊണ്ട് തന്നെ അയച്ചു നോക്കൂ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. 3 ഇക്വേഷനാണ് കിട്ടുന്നത്. ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്തായാലും ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 0 ആണ് കിട്ടുക. അപ്പം ആദ്യം തന്നെ ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3 നെയിം ചെയ്യുന്നു. 3 വേരിയബിൾസ് ഉള്ളതായതുകൊണ്ട് തന്നെ ആദ്യത്തെ പെയർ ഫസ്റ്റ് ചൂസ് ചെയ്യുക. ദെൻ ആദ്യത്തെ ഈ 2 പെയർ ആദ്യം ചൂസ് ചെയ്യുക, പിന്നീട് ഈ 2 പെയർ ചൂസ് ചെയ്യുക. അപ്പോൾ 3 വേരിയബിൾ ആയതുകൊണ്ട് 2 പെയർ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ പെയറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വേരിയബിൾ റിമൂവ് ചെയ്യാം. 2 വേരിയബിൾസ് വരുന്ന ഒരു ഇക്വേഷൻ കിട്ടും. അടുത്ത 2 പെയറിൽ നിന്ന് അതേ വേരിയബിൾ തന്നെ റിമൂവ് ചെയ്യുക. ആദ്യത്തിൽ നിന്ന് ആൽഫ ആണെങ്കിൽ രണ്ടാമത്തതിൽ നിന്നും ആൽഫ തന്നെ റിമൂവ് ചെയ്യുക. അപ്പം ബീറ്റയും ഗാമയും വരുന്ന 2 ഇക്വേഷൻസ് കിട്ടും. അത് സോൾവ് ചെയ്താൽ ബീറ്റേൻ്റെയും ഗാമേൻ്റെയും വാല്യൂ കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഞാൻ ആൽഫേൻ്റെ വാല്യൂ കിട്ടും. സോ അങ്ങനെയാണ് ഇതിൽ ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറയാം എസ് എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. സോ ഇതേപോലെയാണ് വരിക 3 ഇക്വേഷൻസ്. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുക, അതേപോലെ സെക്കൻഡിൽ നിന്ന് തേർഡ് സബ്സ്ട്രാക്ട് ചെയ്യുക. ആൽഫ എന്ന് പറയുന്ന ഒരേ വേരിയബിളാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ AB എന്ന് പറയുന്ന 2 ഇക്വേഷൻ കിട്ടും. അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാമയുടെ വാല്യൂ കിട്ടും. ഗാമയുടെ വാല്യൂ നമ്മൾ എയിലോ ബിയിലോ കൊടുത്തു കഴിഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ കിട്ടും. ആ ഗാമയുടെയും ബീറ്റയുടെയും വാല്യൂ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3ൽ ഏതിലെങ്കിലും ഒന്നിന് കൊടുത്താൽ നമുക്ക് ആൽഫയുടെ വാല്യൂയും കിട്ടും. സോ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ നമുക്ക് ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു 0 ആണ് കിട്ടുന്നത്. സോ നമുക്ക് പറയാം എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അത് കഴിഞ്ഞ് ഇനി സ്പാൻ ആണ് ചെക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി എന്താണ് ചെയ്യുക? നമ്മൾ ആ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു ഒരു XY സെഡ് ആക്കുന്നു. ആ XY സെഡിനെ ABC എന്ന് പറയുന്ന 3 വേരിയബിൾസിൻ്റെ ടേമിലോട്ട് മാറ്റുന്നു അല്ലേ? അല്ല, ABCനെ നമ്മൾ XY സെഡിൻ്റെ ടേംസിലോട്ട് മാറ്റുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കൂ. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, 3 ഇക്വേഷൻസ് കിട്ടുന്നു. ആ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് A ഈക്വൽ ടു XY സെഡിൻ്റെ ഈ ഒരു ടേമിലോട്ട് ABC കിട്ടുന്നു. സോ ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്. ഫസ്റ്റ് 3 ഇക്വേഷൻസ് നെയിം ചെയ്യുന്നു. ഫസ്റ്റ് സെക്കൻഡും കൺസിഡർ ചെയ്യുക, സെക്കൻഡും തേർഡും കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് A എന്ന് പറയുന്ന വേരിയബിൾ റിമൂവ് ചെയ്യാം. അപ്പോൾ BC എന്ന് പറയുന്ന 2 വേരിയബിൾസിലുള്ള AB എന്ന് പറയുന്ന 2 ഇക്വേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? A എന്ന് പറയുന്ന ഇക്വേഷൻ B എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്താൽ B ടേം ക്യാൻസൽ ചെയ്തിട്ട് Cനെ നമുക്ക് എന്ത് കിട്ടും? XY സെഡിൻ്റെ ടേമിലോട്ട് കിട്ടും. ഇനി C കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യുന്നു? Aയിലോ Bയിലോ എവിടെയെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബീൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ എയിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ B ഈക്വൽ ടു നമ്മൾ XY സെഡിൻ്റെ ടേമിലോട്ട് എത്തി. ഇനി ബീൻ്റെയും സീൻ്റെയും നമുക്ക് കിട്ടിയ വാല്യൂസ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് 3 ഇക്വേഷനിൽ ഏതിലെങ്കിലും ഒന്നിൽ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തേലാണ് കൊടുത്തത്. നിങ്ങൾക്ക് വേറെ ഏതിൽ വേണമെങ്കിൽ മാറ്റി ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് സെയിം ആൻസറാണ് കിട്ടുക. അപ്പോൾ ആദ്യത്തേൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് A ഈക്വൽ ടു XY സെഡിൻ്റെ ടേമിലോട്ട് കിട്ടിക്കഴിഞ്ഞു. സോ ഇങ്ങനെയാണ്
സോൾവ് ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ അയച്ചു തന്നതിലില്ല. സോ നോട്ടിലോട്ട് എഴുതുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് എഴുതിക്കോളൂ, അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഇത് എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാവണം എന്നില്ല. ഇനി നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ, ആ കിട്ടിയ കാര്യം XYZ ഈസ് ഈക്വൽ ടു എ ആൽഫ ബീറ്റ ഗാമയ്ക്ക് ആൽഫ ഇൻറ്റു ആൽഫ ബീറ്റ ഗാമയ്ക്ക് പകരം ABC എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് A ഇൻറ്റു 1 പ്ലസ് B ഇൻറ്റു ദിസ് ഈക്വൽ ടു XYZ എന്നാണ്. അപ്പോൾ എക്ക് നമുക്ക് കിട്ടിയ കാര്യം ഈ എൻ്റെ സ്ഥാനത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അപ്പം X പ്ലസ് Y മൈനസ് Z ഇൻറ്റു 1 എന്ന് എഴുതുന്നു. ഇനി ബിക്ക് കിട്ടിയത് ഇതായിരുന്നു. സോ അത് ബീൻ്റെ സ്ഥാനത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അതേപോലെ സിക്ക് നമുക്ക് കിട്ടിയ വാല്യൂ ഇതാണ്. സോ സീൻ്റെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയാം എന്ത്, XYZ എന്ന് പറയുന്ന നമ്മളെ വെക്റ്റർ സ്പേസിലുള്ള ഒരു ട്രിപ്ലെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ 3 ട്രിപ്ലെറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്പാൻ ഓഫ് S ഇസ് ഈക്വൽ ടു R³ എന്ന് പറയാം. സോ സ്പാൻ ഓഫ് S ഇസ് ഈക്വൽ ടു R³ അതേപോലെ ആ സെറ്റ് S എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയതുകൊണ്ട് തന്നെ S ഇസ് എ ബേസിസ് ഓഫ് R3 എന്ന് പറയാം. എക്സാമിന് ചോദിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൃത്തിക്ക് പഠിച്ചു വെച്ചോളാം. ഓക്കെ, താങ്ക് യു.